ഇന്ന് നമ്മൾ നാച്ചുറൽ രീതിയിലൊന്ന് ആവി പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ പനിക്കൂർക്കേൻ്റെ ഇലയും കരിന്തുളസി എടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പഴുത്ത പ്ലാവിൻ്റെ ഇലയില്ലേ, അതിൻ്റെ ഞെട്ടി ഈ ഇലേൻ്റെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സംഭവമില്ലേ, അതൊരു 5-6 വേണം കേട്ടോ. അതും കൂടെ നമ്മൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പ്ലാവിൻ്റെ ഞെട്ടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമ്മൾ ആവി പിടിക്കുന്ന പുട്ടുണ്ടാക്കുന്ന പുട്ടും കൂടെ അല്ലേ, അതാണ് നമ്മൾ എടുക്കണം. അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെ നാച്ചുറലായിട്ടൊക്കെ ആവി പിടിക്കുന്നവരുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും മിഷ്യനും സംഭവങ്ങൾ വെച്ചൊക്കെയാണ് ആവി പിടിക്കുക. പിന്നെ നമ്മൾ ഈ പാത്രത്തിൻ്റെ വായൊന്ന് അടച്ചു കൊടുക്കണം. അതിന് നമ്മൾ എടുക്കുന്ന വാഴലയാണ് കേട്ടോ. വാഴല എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കവർ ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. പിന്നെ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ കെട്ടി വെക്കുന്ന എന്തിനാന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ. തിളപ്പിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ മുഴുവൻ തിളച്ചിട്ട് അതിൻ്റെ നീരാവിയായിട്ട് പുറത്തേക്ക് പോകും. അത് പോവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതായത് തിളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ആവി പിടിക്കാൻ നേരത്തെ ഇതിൻ്റെ മോൾ ഭാഗത്ത് ഒരു ഓട്ട കുത്തി കൊടുക്കുക കേട്ടോ. അതായത് ശ്യാമാട്ടനത് ആവി പിടിക്കാൻ പോവാണ്. അതായത് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.